4 കമ്മിറ്റിക്കാർ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ അവരെ കൊണ്ടുപോയി, 4 പേരെയും കൊണ്ടുപോയി. ഇവരെ എവിടെയെന്ന് പറഞ്ഞിട്ട് അച്ഛന്മാരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരിടത്ത് ഇല്ലെന്ന്. അപ്പം ഞങ്ങൾ ഇവരെ എവിടെ അന്വേഷിക്കും? അവർക്ക് ഭാര്യമാർ കുട്ടികളില്ലേ? അവർ കിടന്ന് നിലവിളിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചിട്ട് പോയതുകൊണ്ട്. അങ്ങനെ പോയ ഞങ്ങൾക്കാണ് ഈ ശിക്ഷ അവർ ഗവൺമെൻറ് തന്നത്. എന്നിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചേൽപ്പിക്കുന്നത്. ഞങ്ങൾ സാറ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇവിടെ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ പോയി അവനെ കാണാനില്ല. 4 പേര് പോയി അവരെ കാണാനില്ല. ഞങ്ങൾ 50 പെണ്ണുങ്ങൾ പോയെങ്കിൽ ഞങ്ങൾ 50 പെണ്ണുങ്ങളെ കാണാൻ പറ്റൂലായിരുന്നു. ഞങ്ങൾ തറയിൽ ഇരുന്നതേ ഉള്ളൂ സാറേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിയണം സാറേ. കല്ല് പോലീസ് ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തെറിയുന്നു. എന്നിട്ട് മേളിൽ നിന്ന് അപ്പുറത്തൊരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ മേളിൽ നിന്നാണ് കല്ലുകൾ, കുറച്ച് സമയം ഞങ്ങൾ നിശബ്ദമായിട്ടാണ് അവിടെ നിന്നത്. മേളിൽ നിന്നാണ് കല്ലൊക്കെ എടുത്തെറിയുന്നത്. സാറേ ഇവിടെ ഈ ഞങ്ങളുടെ ഈ സ്റ്റേഷനിൽ ഈ ബസ്സുകൾ കുറച്ച് ഞങ്ങളുടെ പിള്ളേരല്ല, വേറെ ഈ ജാതിയുള്ള പിള്ളേരാണ്. മാസ്ക് വെച്ചിട്ടാണ് അവന്മാർ വന്നത്. എന്നിട്ട് ഞങ്ങളുടെ ജപമാല എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. കണ്ണീർ വാതകമെല്ലാം ഒഴിച്ച് ഞങ്ങളുടെ സ്ത്രീകളെല്ലാം താഴെ വീണ് ഒന്നിന്റെ പുറത്തൂടെ ഒന്നും ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലായിരുന്നു. അത് സാറേ എല്ലാം മുളക് പൊടിയും ചില്ല് കഷ്ണങ്ങളും സാറേ. കണ്ണൊക്കെ പുകഞ്ഞ് ഒന്നും ചെയ്യാൻ വയ്യ. കണ്ണ് പുകഞ്ഞപ്പോഴാണ് ലാത്തിമായിട്ട് അടിക്കുന്നത്. പെണ്ണുങ്ങൾ അടിച്ചെങ്കിൽ വേണ്ടിയില്ലല്ലോ സാറേ, ആണുങ്ങളാണ് ഷൂ വിട്ട് ചവിട്ടിയത് ഞങ്ങള്. പോലീസിന്റെ യൂണിഫോമിന് വിലയുണ്ട്, ഞങ്ങളുടെ വൈദികന് എന്ത് വിലയില്ലാത്തത്? തൊടാൻ പാടില്ല. ഞങ്ങളുടെ വൈദികനാണ് സാറേ, അത് ഞങ്ങളുടെ പിതാവാണ്. അയാൾ അവസാനം കൈ കുമ്പിട്ട് എൻ്റെ മക്കളെ ഉപദ്രവിക്കരുതെന്ന് കൈ കുമ്പിട്ടപ്പോഴാണ് അവൻ പറയുന്നത്, നീ ഇവിടത്തെ മറ്റാനോടാ, നീയാണ് ഇതിനെല്ലാം ആളെന്ന് പറഞ്ഞ് എൻ്റെ ഫാദറിന്റെ ലോബയോടെ കയറി പിടിച്ചിട്ട് അടിക്കുന്നു സാറേ. ഞാൻ കൺമുമ്പിൽ നോക്കി നിൽക്കുന്നു സാറേ. അതാണ് ഫാദർ പറയുന്നത്, മോളോട് അവരെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി. കഴിഞ്ഞ ഞായറാഴ്ച വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീ സമൂഹങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും തന്നെ അന്ന് ആ പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ടായിരുന്ന ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീ സമൂഹങ്ങളാണ്. നമ്മൾ ഈ ഷെക്കിന ന്യൂസ് ഇവിടെ എത്തി എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം ഇവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവർക്ക് നമ്മോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, വസ്തുതാപരമായ കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്താനുണ്ടാകും. ചേച്ചി, നിങ്ങളൊക്കെ അന്ന് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്താണല്ലോ? ഉണ്ടായിരുന്നു സാറേ, ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരെയും അടിക്കാനോ കൊല്ലാനോ ഒന്നും സ്റ്റേഷനിൽ പോയിട്ടില്ല. ഞങ്ങൾ പൂജ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പുരുഷനെ അവിടെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാ സ്ത്രീകളും ചേർന്ന് മക്കളും കുട്ടികളും ചേർന്ന് ഞങ്ങളവിടെ ഫാദറുമായിട്ട് ഞങ്ങൾ പോയി. ഞങ്ങളെ അച്ഛന്മാർ വിലക്കി നിങ്ങൾ ഒന്നും ശോഭിക്കാനോ പ്രയാസപ്പെടുത്താനോ ആരും ഒന്നും ചെയ്ത് അവർ ഞങ്ങളെ വിലക്കി കൊണ്ടാണ്. കാരണം ഞങ്ങൾ വികാരി അച്ഛന്മാർ പറയുന്നത് പോലെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഒരു സ്ത്രീ വനിതാ പോലീസ് പോലും ഇല്ലായിരുന്നു, എല്ലാം പുരുഷന്മാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവിടെ അവരെ പോലീസുകാരെ ചീത്ത വിളിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷന്മാർ മത്സ്യത്തൊഴിലാളി പോലും ഇങ്ങനെ ചീത്ത വിളിക്കില്ല സാറേ. അവർ വിളിച്ച ചീത്തകൾ. എന്നിട്ട് അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാം പുരുഷന്മാരാണ് നിൽക്കുന്നത്. അവിടെ സ്ത്രീകളില്ല, സ്ത്രീ പോലീസില്ല, എല്ലാം പുരുഷന്മാരാണ് നിൽക്കുന്നത് പോലീസുകൾ. അവർ ഞങ്ങളെ ഒരുപാട് ചീത്തകൾ വിളിച്ച് എന്നിട്ട് പറഞ്ഞു ഓടടി ഇവിടെ ആ സ്റ്റേഷനിൽ ഞങ്ങൾ ഓടാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഓടിയില്ല. ഞങ്ങൾ പിടിച്ചവരെ ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയത്? അവരെ പിടിച്ചാളെ ഒരു രേഖ ഇല്ലാതെയാണ് കൊണ്ടുപോയത്. എവിടെ ആയിരുന്നു അന്വേഷിക്കാൻ പോയപ്പോഴാണ് പിന്നെ 3-4 കമ്മിറ്റിക്കാർ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ അവരെ കൊണ്ടുപോയി, 4 പേരെയും കൊണ്ടുപോയി. ഇവരെ എവിടെയെന്ന് പറഞ്ഞിട്ട് അച്ഛന്മാരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരിടത്ത് ഇല്ലെന്ന്. അപ്പം ഞങ്ങൾ ഇവരെ എവിടെ അന്വേഷിക്കും? അവർക്ക് ഭാര്യമാർ കുട്ടികളില്ലേ? അവർ കിടന്ന് നിലവിളിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചിട്ട് പോയതുകൊണ്ട്. അങ്ങനെ പോയ ഞങ്ങൾക്കാണ് ഈ ശിക്ഷ അവർ ഗവൺമെൻറ് തന്നത്. എന്നിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചേൽപ്പിക്കുന്നത്. ഞങ്ങൾ സാറ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ആരും ചീത്ത വിളിച്ചിട്ട് ഒരു കമ്പോ ഒരു തടി കഷ്ണമോ എന്തെങ്കിലും ഒന്നും ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ബഹളം വയ്ക്കാൻ വേണ്ടി പോയെങ്കിലല്ലേ ഞങ്ങൾ സാറ് തടി കൊണ്ടുപോകും. ഞങ്ങൾ അങ്ങനെ തടിയോ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി ഇതുവരെയും തടിയോ ബോംബോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ആരും ഉപദ്രവിക്കണമെന്ന് ഇല്ല. 130 ദിവസം വരെ ഞങ്ങളിവിടെ സമരം എടുത്തല്ലോ സാറേ. ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞങ്ങൾ ആരും വേദനിപ്പിച്ചിട്ടില്ല, മോശമായിട്ട് സംസാരിച്ചില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അന്ന് കമ്പം തടിയെടുത്ത് അതാണ് അവിടേക്ക് ഞങ്ങൾ ഉള്ളിൽ വരെ പോയിട്ടുണ്ട്. അവർ ഏതെങ്കിലും ഒരു മുതൽ ഞങ്ങൾ സാറെ നശിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ നശിപ്പിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് അന്ന് അറിഞ്ഞൂടെ ഞങ്ങൾക്ക് അവിടെ നശിപ്പിക്കാൻ വേണ്ടി. ഇത് നശിപ്പിക്കാതെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി നശിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാറേ.
എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാർ സാറേ ഞങ്ങളുടെ അച്ഛന്മാരെ ഒരു വാക്ക് കേട്ടാണ് ഈ മത്സ്യത്തൊഴിലാളി സമാധാനമായിട്ടിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഞങ്ങൾ അവർ ഒരു തല അനക്കിയാൽ മതി, ഞങ്ങൾ പ്രതികരിക്കുന്ന ശേഷി ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. അവരെ സമാധാനമായിട്ട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ സമാധാനമായിട്ട് തന്നെ പോകുന്നു ഇന്ന് വരെ. അവർ പക്ഷേ ഞങ്ങളുടെ വികാരിയച്ഛന്മാരെയും ഞങ്ങളെയും കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളെ അവിടെ നിന്നാണ് സാറെ കല്ലെറിഞ്ഞത്. ഞങ്ങളെ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് സാറ് ഇതെന്തോന്ന് അവർക്ക് ഉണ്ടായിസമോടെ കാണിക്കുന്നത്. മെകളിന്ന് കല്ല് എന്നെ സാറ് ഒരു സാറ് ഇത് ആ ചെരുപ്പുണ്ടല്ല ഒരു ചവിട്ട് പൂട്ടിട്ട് ചവിട്ടി ഞാൻ പുള്ളിയുടെ അമ്മ ഓടടി ഇവിടെ നിന്ന് ഓടടി ചീത്ത ഒരു മത്സ്യത്തൊഴിലാളി ഇങ്ങനെ ചീത്ത വിളിക്കില്ല സാറേ. അവർ വിളിക്കുന്നത് അവർ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പോലീസുകാരന്മാരോടെല്ലാം മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്. അല്ല ഞങ്ങളെ ഞങ്ങളെ അവർ ചീത്ത വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഞങ്ങളുടെ കുട്ടികൾ അവരെന്ത് പറയും? സാറിൻ്റെ ഭാര്യയെ ഒരുത്തം ചീത്ത വിളിക്കുമ്പോഴാണ് ഞങ്ങളിൽ തെറ്റുകാരാ. BJP പോലീസ് അവരെ ഞങ്ങളെ എന്തിനാണ് ഇവർ ചീത്ത വിളിച്ച് ഞങ്ങളെ അടിക്കാൻ കാരണം? ഞങ്ങളെ വരട്ടി അവിടെ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പോയി പരാതി പറയാനാണ്, അല്ലാതെ ആരും അടിക്കാനില്ല സാറേ. എന്തുകൊണ്ടാണ് ഇവർ ഞങ്ങളെ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം? എന്താണ് ഈ ഗവൺമെന്റ് അതെന്താണ് ചോദിക്കാത്തത്? നിങ്ങൾ ഇത്ര നാളെ സമരം നടന്നു, അവരൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. അവർ ചർച്ചയ്ക്ക് വരുന്നില്ല. ആ പിണറായി സാർ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല? അയാൾ എന്തിനു ഒളിച്ചിരിക്കുന്നു? ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അവർ അപകടങ്ങൾ വരുമ്പോൾ ഈ സാർമാർ എവിടെ പോയി? ഇന്നലെ ഞങ്ങളെ പൂട്ടിട്ട് ചവിട്ടിയില്ലേ? അവർ അന്ന് എവിടെ പോയിരുന്നു? 2018 ഇത് അവിടെ പ്രളയം വന്നപ്പോ ഇന്ന് ഞങ്ങൾ ചവിട്ടിയായ ഈ പോലീസുകാരന്മാർ അന്ന് എവിടെ പോയിരുന്നു? അത് ഗവൺമെന്റ് പറയട്ടെ അതിന് ഉത്തരം. അന്ന് മത്സ്യത്തൊഴിലാളി ഞങ്ങളെ ഭർത്താക്കന്മാരാണ് അന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. അന്ന് നിങ്ങളൊക്കെ കേരളത്തിന്റെ സൈന്യങ്ങളെന്നൊക്കെ ആ സൈന്യത്തിന് തന്നെ സാറേ ഇന്നലെ അവരെ ഭാര്യമാരെ ഇന്നലെ ആ പോലീസുകാരന്മാരെ പൂട്ടിയിട്ട് ചവിട്ടാനും ഈ കല്ല സാറേ ഇവർക്ക് എവിടെ നിന്ന് കിട്ടും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ തീവ്രവാദികൾ ഞങ്ങളുടെ വൈദികരെ അടിച്ചത് ഞങ്ങൾ നേരിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പ്രായം ചെന്ന ഒരു അമ്മേനെയാണ് അടിക്കുന്നത്. ചീത്ത സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് ആയുള്ളൂ. MLA വന്നായിരുന്നു. MLA അടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ ഇവിടുത്തെ പറഞ്ഞു. ഞങ്ങളുടെ ഒരു സഹോദരനെ അവർ പോലീസ് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ 4 സഹോദരങ്ങൾ അവർ അന്വേഷിച്ച് പോയത്. അവരെ അങ്ങോട്ട് പിടിച്ചിട്ട് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ദിവ്യബലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടവക ജനങ്ങൾ ഫുള്ള് സ്ത്രീകളാണ് കൂടുതൽ അവിടെ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ഇത് ചോദിച്ചപ്പോൾ എന്നിട്ട് മേളിൽ നിന്ന് അപ്പുറത്തൊരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ മേളിൽ നിന്നാണ് കല്ലുകൾ കുറച്ച് സമയം ഞങ്ങൾ നിശബ്ദമായിട്ടാണ് അവിടെ നിന്നത്. മേളിൽ നിന്നാണ് കല്ലൊക്കെ എടുത്തറിയുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ കൊണ്ട് ഒരു ആൻറ്റി ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങളല്ല കല്ലറിയുന്നത്, അവിടെ നിന്നാണ് കല്ല് വരുന്നതെന്ന്. അപ്പോൾ ഒരു പോലീസുകാരൻ പറയാണ് നിൻ്റെയൊക്കെ 2 കാലിൻ്റെ ഇടയിൽ നോടി കല്ല് വരുന്നതെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ചീത്തയാണ് ആ സമയം അമ്മച്ചേർത്ത്. അയാൾ ആ സെൽട്ടൻ്റെ അമ്മാവിയാണ് ഇതിങ്ങനെ പറഞ്ഞത്. അയാളെ ചീത്ത വിളിച്ച് എന്നിട്ടാണ് ഞങ്ങൾ വൈദികരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ശാന്തരായിട്ടാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. MLA അടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. MLA പോയി 5 മിനിറ്റ് കഴിഞ്ഞില്ല. പോലീസുകാർ പെട്ടെന്ന് 5 മിനിറ്റൊക്കെ നിനക്കൊണ്ടടി, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് നിനക്കൊക്കെ കാണിച്ചു തരാടി. 5 മിനിറ്റ് ആയാലും അവർ സെല്ല് തുറന്ന് പിന്നെ അവിടെ കിടന്ന് ചുടുകല്ലും അവിടെ പണി ചെയ്ത സാധനങ്ങളാണ്, അല്ലാതെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കൊണ്ടുപോയതല്ല. അവിടെ സ്റ്റേഷൻ പണി ചെയ്യാൻ കിടന്ന സാധനങ്ങളാണ് ഇവരെടുത്ത് ഞങ്ങൾ സ്പോട്ടിൽ അവിടെ ഉണ്ട് എടുത്ത് ഞങ്ങളുടെ അടുത്ത് എറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ചിതറി. പ്രായം ചെന്ന ഒരു 60 വയസ്സ് ചെന്ന ഒരു ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റീനെ ഇവന്മാർ ലാത്തി ചാർജിട്ട് അടിക്കല്ലേ സാറേ എന്ന് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചിട്ട് പറയുന്നു ഓടാൻ പറഞ്ഞ. പിന്നെ ഞങ്ങളെ കല്ലെടുത്തോട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓടി സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവന്മാർ മറ്റു വെടികളൊക്കെ വിട്ട് കണ്ണീർ വാതകമെല്ലാം ഒഴിച്ച് ഞങ്ങളുടെ സ്ത്രീകളെല്ലാം താഴെ വീണ് ഒന്നിൻ്റെ പുറത്തോട് ഒന്നും ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് സാറേ ഇത് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത്? പോലീസിന് പരിക്കെന്ന് അവരിട്ടതാണ് അവർക്ക് പരിക്കുണ്ടായത്. ഞങ്ങളുടെ കണ്ണീർവാദം ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റിയില്ല. ഈ കണ്ണീർവാദം ഇട്ടപ്പോഴും ഞങ്ങൾ കണ്ണ് കാണില്ല. മുഖമൊക്കെ ഭയങ്കര നീറ്റല്ലായിരുന്നു. ഓടാനും ഒന്നും പറ്റിയില്ല. മുളക് പൊടി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയാണ് ആയുധം കൊണ്ടുപോകണത്? ഞങ്ങളുടെ അടുത്ത് പറയാന്ന് ഞങ്ങൾ BJPയുടെ ആളാണ്, ഞങ്ങളുടെ BJPയുടെ ആളാണെന്ന് പറയുന്നത്. 3000 പേരെ പിടിച്ച ആ കുടുംബങ്ങൾ എന്ത് ചെയ്യും? 3000 പേരെ മാത്രം ആക്കണ്ട സാറേ. ഇടവക ഫുള്ള് ഞങ്ങൾ പോയിരിക്കാം സാറേ. ഇടവക ഫുള്ള് ആണും പെണ്ണ് ഞങ്ങൾ മുഴുവൻ പോയിരിക്കാം സാറേ. 3000 പേര് മാത്രം ആക്കണ്ട സാറേ. 3000 പേര് മാത്രം ആക്കണ്ട സാറേ. ഇത്രയൊക്കെ നിന്നിട്ട് ഞങ്ങളുടെ ആണുങ്ങളെ ഇഞ്ചി പോലെ ചതച്ചിറക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പെണ്ണും ആണുമായിട്ട് നിൽക്കാം സാറേ. സ്റ്റേഷനകത്ത് ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവരെ നോക്കാൻ പറയും സാറേ. അവർ ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കട്ടെ. ഈ 3000 പേരെ മാത്രം
ആക്കണ്ട സാറ്. മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളുടെ ജീവന്റെ സമരമാണ്. അതുകൊണ്ട് ഇവർ പോലീസുകാർ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പറ്റിക്കണെന്ന് മറ്റേ സഹോദരങ്ങൾ പറഞ്ഞല്ല, ഞങ്ങളുടെ വൈദികർ മേടയിലിരിക്കും. നിങ്ങൾ സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വാ. ഞങ്ങളുടെ വൈദികർ, ഞങ്ങളുടെ ഇടവജനങ്ങൾ ഇവർ പറയണത് ഞങ്ങളുടെ വൈദികർ കൊള്ളക്കാരും തീവ്രവാദികളെന്നും. എത്ര വർഷങ്ങൾ കൊണ്ട് സാറേ ഈ കോടോടിൽ ഈ സഹോദരങ്ങൾ കിടന്ന് ആരും കണ്ണുകൊണ്ട് ഞങ്ങളുടെ വൈദികന്മാർ ഇത് പ്രതികരിക്കാൻ പറ്റില്ല സാർ. ഇതെല്ലാം ലോകങ്ങൾ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ആരറിയും സാറേ? അവിടെ പ്രസവം നടക്കണം, അവിടെ കല്യാണം നടക്കണം, അവിടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഉറങ്ങണം. ഇതെല്ലാം എങ്ങനെ നടക്കും സാറേ ഈ ഗോഡോടിൽ? അപ്പൊ ഈ ഞങ്ങളുടെ വൈദികന്മാർ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയിട്ടാണ് ആ രഹസ്യങ്ങൾ പുറത്തിറങ്ങിയത്. ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ അദാനി ഇത്രയും വർഷമായി അദാനി ഇത് തുടങ്ങിയിട്ട് ഇതിന്റെ നഷ്ടപരിഹാരം ഇവിടെ ചോദിക്കണ്ട സാറേ. ഞങ്ങൾ വിഴിഞ്ഞ ഇടവക്കാരാണ്, ആർക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഇവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ സമ്മതം കൂടെ വേണം. ഞങ്ങൾ ആർക്കും ഒരിടത്തും ഒരു ഒപ്പിട്ട് കൊടുത്തില്ല. ഇവിടെ അവർക്ക് ഹാർബർ ചെയ്യണം. ഞങ്ങൾക്ക് ജീവിക്കേണ്ട കടലാണ്. ഞങ്ങൾക്ക് ഒരു നമ്മുടെ രൂപതന്റെ സൂസഭാഗ്യം പിതാവിന് അത് അന്ന് അയാൾ സംസാരിച്ചിനെ ഇന്ന് അത് ലൈവായിട്ട് കാണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. അയാൾ ഇന്ന് വേറെ സംസാരിക്കണം. അയാൾ വിചാരിച്ചില്ല, നേരത്തെ തന്നെ എല്ലാം കെട്ടിപ്പറക്കി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പറഞ്ഞേക്കുന്ന സൂസഭാഗ്യം വിചാരിച്ചിട്ടില്ല. അയാൾ എന്ന് പറയുന്നത് അന്നൊരു സംസാരം ഇന്നൊരു സംസാരം ഒന്ന്. അവരന്ന് സംസാരിക്കുന്നത് ഇന്നും സംസാരിക്കും സാർ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും സംസാരിക്കും. കാരണം എന്ന് പറയുമ്പോൾ അയാൾ അന്ന് വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് എല്ലാം കൂടെ പുറക്കി ഞങ്ങളെ ഓട്ടിച്ച് വിടുമെന്ന് പറഞ്ഞിട്ട് അവരന്ന് വിചാരിച്ചിട്ടില്ല. അവർ വിചാരിച്ചെന്നറിയാമോ, പിന്നെ തുറമുഖം വരട്ട് എല്ലാവർക്കും നല്ലതായിരിക്കും എന്നാണ് അന്ന് അയാൾ മനസ്സിലായി. വികസനം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് മാറി മറിയും. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയാണെന്ന് ഞങ്ങൾ ഒരു ജനങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല. ഇത്ര രീതിയിലുള്ള ഒരു തീരശോഷണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഇതുവരെ വിചാരിച്ചിട്ടില്ല സാറേ. ഇന്ന് ഞായറാഴ്ച പ്രശ്നം വരേണ്ടത് ഞങ്ങളല്ല കാരണം. ആളെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കത് അവന്റെ വെള്ളം മെഷീനൊക്കെ കടലിൽ താന്നു പോയി, അവനെ കാണാനില്ല. അവൻ പോയി പരാതി കൊടുത്ത പറഞ്ഞതറിയാമോ, ഇതിന് പോയി പരാതി കൊടുക്കാൻ പറഞ്ഞെന്ന്. ഇവിടെ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ പോയി അവനെ കാണാനില്ല. 4 പേര് പോയി അവരെ കാണാനില്ല. ഞങ്ങൾ 50 പെണ്ണുങ്ങൾ പോയെങ്കിൽ ഞങ്ങൾ 50 പെണ്ണുങ്ങളെ കാണാൻ പറ്റൂലായിരുന്നു. സാർമാർ ഞങ്ങൾക്ക് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് പോകാൻ പറ്റൂല. പറയണത് നിങ്ങളുടെ അച്ഛന്മാരുടെ അടുത്ത് പോയി കാര്യം പറയുന്നു. ഇന്നലെ പറയുന്നത് ഇനി കലകമായിട്ട് ഇനി ആര് സ്റ്റേഷനിൽ എത്തണ്ടെന്നാണ് പറയണത്. ഞങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടോ നിന്റെയൊക്കെ വൈദികരടുത്ത് ഒന്ന് പോകാനെന്ന്. ഞങ്ങളാണ് ഇവന്മാരെയൊക്കെ ജയിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. ഞങ്ങളെ വൈദികർ ഇരിക്കാൻ പാടാണ് ഇവന്മാരത്താണ് ജീവിച്ചിരിക്കുന്നത്. ഞങ്ങളെ വൈദ്യ ഒരു ചുണ്ടനയ്ക്കാൻ മതി. ഞങ്ങൾക്ക് ആയുധങ്ങളും എല്ലാം ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾ വികാരവും ഞങ്ങൾക്ക് അടിച്ചണ്ട എല്ലാം അറിയുന്നവരാണ്. ഈ ഞങ്ങൾ അവർ സഹനം പഠിപ്പിക്കും. ഞങ്ങളുടെ യേശു ഞങ്ങളെ എങ്ങനെ സഹനം പഠിപ്പിക്കും. പക്ഷെ ഞങ്ങളുടെ യേശുവിൽ ഒരു ദിവസം വന്നു ദേഷ്യം. ദേവാലയത്തിൽ അവർ നശിപ്പിച്ചപ്പം അയാൾക്ക് ഒരു ദിവസം ആ ദേഷ്യം ഒരു ദിവസം ഞങ്ങൾക്കുണ്ട്. ആ ഞങ്ങൾ ദേഷ്യം സാറേ. ഇവിടെ ഈ ഞങ്ങളുടെ ഈ സ്റ്റേഷനിൽ ബസ്സുകൾ മറിച്ച് ഞങ്ങളുടെ പിള്ളേരല്ല, വേറെ ഈ ജാതിയുള്ള പിള്ളേരാണ്. മാസ്ക് വെച്ചിട്ടാണ് അവന്മാർ വന്നത്. എന്നിട്ട് ഞങ്ങളുടെ ജപമാല എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളെ പോലെ ഇതെല്ലാം ഉണ്ടാക്കിയത് വേറെ ആളുകളാണ് പുറത്തുനിന്ന്. പക്ഷെ ഞങ്ങളുടെ ഈ ഇത്രയും സമരം നടന്നിട്ട് ഇത് ചെയ്യാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾ ഇത് ചെയ്യുമോ സാറേ? അപ്പൊ ഇതൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരെ വിട്ടത്. ഈ അദാനി പൈസ കൊടുത്താണ് ഇവരെ വിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ചെയ്തിട്ടില്ല സാറേ. അത് ഞങ്ങൾ എവിടെ പോയാലും. പക്ഷെ ഇവർ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് സാരമില്ല. കാരണം ഇവർ ഞങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങളാണ്. പക്ഷെ ഇവര് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇവർ ഇത് വയൽ നശിക്കുമ്പോഴും അവിടെ ഇത് വരുമ്പോഴൊക്കെ നാശനഷ്ടത്തിന് കണക്കെടുക്കും. പക്ഷെ ഇതുവരെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നാശനഷ്ടം ഇവർ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ സാറേ? ഞങ്ങൾക്ക് പക്ഷെ അവർ അധ്വാനിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾ ഒരു ഗവൺമെന്റ് ആശ്രയിച്ചിട്ടില്ല. പക്ഷെ ഈ മക്കൾ ഇന്ന് ഗോഡലിൽ കടന്ന് അവിടെയും ഇവിടെയും നശിക്കാൻ പോയിട്ടാണ്. ആ മക്കളെ കണ്ടാണ് ഞങ്ങളുടെ വികാരി അച്ഛന്മാർ ഇത്രയും ഇത് ദൂരത്തിൽ വന്നത്. ഞങ്ങൾ ഇവിടെ 136 ദിവസം വരെ ആയി. ഞങ്ങളുടെ വൈദികന്റെ ലോകയ്ക്ക് എന്തോ വിലയില്ലാത്തത്? പോലീസിന്റെ യൂണിഫോമിന് വിലയുണ്ട്. ഞങ്ങളുടെ വൈദികൻ എന്ത് വിലയില്ലാത്തത്? ഞങ്ങളുടെ വൈദികന്റെ ലോകയ്ക്കാണ് വില വേണം. അവർക്ക് വിദ്യാഭ്യാസം കൂടുതലായിരിക്കാം. പക്ഷെ ഞങ്ങൾ എല്ലാവരും ജനങ്ങളെ മുഴുവൻ നയിക്കുന്നത് അവരാണ്. മനസ്സിലായ? എന്തുകൊണ്ട് അവരുടെ ലോകയ്ക്ക് വില കൊടുക്കാത്തത്? നമ്മളെപ്പോഴും സമാധാനപരമായ ഒരു മാർഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാധാനമായിട്ട് പോയി സാറ്. എല്ലാ പോലീസുകാരും ഒരു വനിത പോലും ഇല്ല സാറ്, ഒരു വനിത പോലും ഇല്ല. എല്ലാ ആണും സാറുമാർ എല്ലാ പോലീസുകാരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഇത് സ്റ്റേഷനാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഇവർ എന്തരൊക്കെ പറയണേ ഈ സാറുമാർ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു സാറേ, എന്തിന് സാറേ ഇതൊരു സ്റ്റേഷൻ തന്നെയല്ല സാറേ, ഇതിനകത്ത് ആ പിടിച്ചവരെ വച്ചിരിക്കാമായിരുന്നല്ലോ. എന്തിന് സാറേ നിങ്ങൾ എവിടെയൊന്നുമില്ലാതെ ആ പാവങ്ങളെ കൊണ്ടുപോയി? സാറ് ഫോണ് വിളിച്ച് പറ സാറേ അവരെ ഒന്ന് വിടാൻ. ഒരു സാറ് പറയുന്നു അത് ആലോചിക്കട്ടെന്ന്.
ഒരു സാർ പറയുന്നു സാറ് അത് ആലോചിക്കട്ടെന്ന്. ഈ ആലോചിക്കട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നവർ പറഞ്ഞു അപ്പോൾ സാർ ആലോചിക്കും, ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കാം, അവർ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും പോകാം. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് വിൻസെൻ്റ് MLA വന്ന് അവരുടെ അടുത്ത് പോലീസുകാരുടെ അടുത്ത് സംസാരിച്ച് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കല്ലെറിഞ്ഞതെന്ന്. അപ്പോൾ ഞങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, സാറേ ഈ കല്ലെല്ലാം മുല്ലൂർ സൈഡ് കിടന്ന കല്ലാണ്, ഇത് ഒരു ഓട്ടോയിൽ അവർ കൊണ്ടുവന്നാണ്, ഈ കല്ലൊന്നും ഞങ്ങൾ കൊണ്ടുവന്നതല്ല, ഞങ്ങൾക്ക് ഈ കല്ലില്ല, ഇതെല്ലാം മുല്ലൂർ കിടന്ന കല്ലാണെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ട് ഞങ്ങൾ തറയിലിരുന്നതേ ഉള്ളൂ സാറേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിയണു സാറേ കല്ല്. പോലീസ് ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തെറിയുന്നു. ഞങ്ങൾ ഒരു വിറവ് കഷ്ണമോ ഒരു കല്ലോ പോലും തൊട്ട് ഒന്നും ഉപദ്രവിച്ചില്ല. ചെല്ലപ്പോൾ നന്നായിട്ട് നിന്ന് സാറേ, ഒരു പെണ്ണുങ്ങൾ പോലും ഇല്ല, എല്ലാ ആൺ സാറുമാരാണ്. അടുത്ത് ഇവിടെ ഇങ്ങനെ ഇതുപോലെ നിന്ന എല്ലാ സാറുമാരും പെട്ടെന്ന് കയറി അകത്ത് കയറി ഗേറ്റ് അടച്ച ജനൽ ജാളി അടച്ചിട്ട് സാറേ കല്ലെറിഞ്ഞതാണ്, അടിച്ചതാണ് സാറേ. അകത്ത് കയറി മുകളൊന്ന് നോക്കിയപ്പോൾ കല്ല് വന്നൊന്ന് വീഴണ സാറേ. ഞങ്ങൾ ഇതുപോലെ നിന്നിട്ട് മുകളിൽ നോക്കിയപ്പോൾ പോലീസുകാർ കല്ലെറിഞ്ഞിട്ട് പച്ച തെറി വിളിക്കണ്. സൗണ്ട് പോലും തുറക്കാതെ പതുക്കെ ഇറങ്ങി വന്നിട്ടാണ് സാറേ ലാത്തിബാറിയാണ് അടിച്ചത്. പെണ്ണുങ്ങൾ അടിച്ചെങ്കിൽ വേണ്ടിയില്ലല്ലോ സാറേ, ആണുങ്ങളാണ് ഷൂ വിട്ട് ചവിട്ടിയത്. ഞങ്ങളത് ആരുടെ അടുത്ത് പറയാം സാറേ? അവർക്ക് പോലീസിന് ഇത്തിരി പോലെ അവിടെ കിടന്ന കമ്പും തടിയും തന്നെ അവർക്ക് കൊണ്ടല്ല, ഞങ്ങളുടെ ആളുകളാരും അവരെ കമ്പും തടിയും വെച്ച് അടിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരുടെ അടുത്തും പറയണത് ഞങ്ങളുടെ ആളുകൾ കല്ല് വെച്ച് തല്ലിയെന്ന്. ഇവർ കാല് നീട്ടിയാ സാറേ കൊടുത്ത് അവർ ഞങ്ങളുടെ ആളുകൾക്ക് കല്ല് തല്ലിയെന്ന്. അങ്ങനെ സാറേ അടിച്ചിട്ട് മുണ്ണം തെറി. എന്നിട്ട് മറ്റെന്തരാ കണ്ണീർ വാദമോ ബോംബോ പോലത്തെ അത് സാറേ, എല്ലാം മുളക് പൊടിയും ചില്ല് കഷ്ണങ്ങളും സാറേ. കണ്ണൊക്കെ പുകഞ്ഞ് ഒന്നും ചെയ്യാൻ വയ്യ. കണ്ണ് പുകഞ്ഞപ്പോഴാണ് ലാത്തിയായിട്ട് അടിക്കുന്നത്. അടിച്ചിട്ട് ഓൾറെഡി എന്നൊക്കെയാണ് പറയണത്. ഇതാണോ സാറേ പോലീസിൻ്റെ ഇത്? പോലീസാകുമ്പോൾ എന്തരെയാണ് എല്ലാവരും മദ്യപിച്ചിരിക്കുന്നു സാറേ, എല്ലാ പോലീസും മദ്യപിച്ചിരിക്കുന്നു. അവരുടെ സംസാരം അവർക്ക് തന്നെ ശരിയായിട്ട് തോന്നണില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതിൽ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ മക്കളെ എല്ലാം പിടിച്ചിട്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പിടിച്ചിട്ടിട്ട് ഞങ്ങൾ എന്തൊരു ചെയ്യും സാറേ? ഞങ്ങളെയും കൂടെ പിടിച്ചിടി. ഞങ്ങൾക്ക് നിങ്ങളുടെ വികസനം നിങ്ങൾ തന്നെ നടത്തിക്കോളി. ഞങ്ങളുടെ മക്കളെ 3000 പേരെ പിടിച്ചിടുമ്പോൾ ആ 3000ൻ്റെ കൂടെ 30,000 ഞങ്ങളെയും കൂടെ ചേർത്തിട്ടിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ 30,000 പേരെയും കൊന്നിട്ട് നിങ്ങളിവിടെ വികസനം നടത്തിക്കൊള്ളി. പക്ഷേ സാറേ ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയണേ, ഈ സമരം കൊണ്ട് പറയണതല്ല സാറേ. ഇന്ന് ഓരോ പോലീസുകാർക്ക് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ബഹുമാനമാണ് വെച്ചിരുന്നത്. അയ്യോ നമ്മളെ കാക്കാൻ വേണ്ടി നമുക്ക് കാവലിന് വന്ന് കിടന്നവരാണ്. പക്ഷേ ആ ഞായറാഴ്ചത്തെ സംഭവത്തോടെ സാറേ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മരിച്ചാണ് കിടക്കണമെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തൊന്നും ഇത്തിരി ഇങ്ങനെ നുള്ളി തൊടാൻ പോലും ഞാനൊരു പോലീസുകാരെ അനുവദിക്കില്ല. എൻ്റെ കൊക്കിൽ ആയുസുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എന്നെ മരിക്കും. ഞാൻ ഏത് തെരുവിൽ കിടന്ന് മരിച്ചാലും പോലീസ് എന്നുള്ള ഒരു ഭാഗത്ത് വിട്ട് തൊടാൻ പാടില്ല. ഞങ്ങളുടെ വൈദികനാണ് സാറേ, അത് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ ലോകരക്ഷകനായിട്ട് കാണുന്ന പിതാവാണ് അയാൾ അവസാനം കൈ കുമ്പിട്ട് എൻ്റെ മക്കളെ ഉപദ്രവിക്കരുതെന്ന് കൈ കുമ്പിട്ടപ്പോഴാണ് അവൻ പറയുന്നത്, നീ ഇവിടത്തെ മറ്റാനോടാ, നീയാണ് ഇതിനെല്ലാം ആളെന്ന് പറഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ ലോബയോടെ കയറി പിടിച്ചിട്ട് അടിക്കുന്നു സാറേ. ഞാൻ കൺമുമ്പിൽ നോക്കി നിൽക്കുന്നു സാറേ. അതുകൊണ്ട് ഫാദർ പറയുന്നത് മോളോട് അവരെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അപ്പം അവരുടെ യൂണിഫോമിൽ തൊടുമ്പോൾ അവർക്ക് വേദനയുണ്ട്, ഞങ്ങളുടെ വികാരിയുടെ ലോബയിൽ തൊടുമ്പോഴും ഞങ്ങളുടെ വികാരി അടിക്കുമ്പോഴും ഞങ്ങൾക്ക് വേദനയില്ല. അതുപോലെ സാറേ ട്രാൻസ്പോർട്ട് ബസ് ഞങ്ങളെന്തിനു പൊട്ടിക്കാൻ? അവർ തന്നെയാണ് കല്ലെടുത്തെറിഞ്ഞത്. അവര് കടകൾ പൊട്ടിച്ച് ബസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ പേരിലാണ് പഴി ഉണ്ടാക്കിയത്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല സാറേ. അതുകൊണ്ട് കല്ലെറി കൊണ്ടതാണ്.